രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുവാക്കൾ ഒഴുകിയെത്തുന്നു, സാധാരണക്കാർ ഒഴുകിയെത്തുന്നു. എന്നാ പിന്നെ ഞാൻ മറ്റേത് I'm going for the protest today and let's see what's in my pesa. Koda cap. Sunscreen jacket for sure. Sunglasses. Tanni. Pepper spray just in case. It's definitely going to be a peaceful protest. അവിടെന്താ കഥകളി ഉണ്ടോ? വാട്ട്? അല്ല കത്തിവേഷങ്ങൾ. Let's get ready with me to go to my first ever protest. I'm wearing a very comfortable black and white outfit. Black represent our dark future and this white represent our government. I mean they don't care about the future. ഇമോഷൻ വരുമ്പോ ലൂസ് മോഷൻ മന്നമാരി ആവട്ടെ അമ്മൂമ്മയുടെ ഇംഗ്ലീഷ്. Anyways, their future is bright and secure if they don't care about us. Some perfume. വായിൽ വെള്ളി കരണ്ടിയുമായി ജനിച്ചു എന്നൊരു പ്ലസ് പോയിന്റ് മാത്രമേ നിനക്കൊക്കെ ഉള്ളൂ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. I'm fixing my hair because my hair can be fixed but never the government or people's mind. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവവിചാരത്തോടെ പോയിട്ട് വാ. ശരി അമ്മ. ഒരിക്കലും ഡൽഹി പ്രൊട്ടസ്റ്റേഴ്സിനെ കളിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നില്ല. ഞാനതൊരു ജെൻസി പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് മാത്രം ആ വീഡിയോനെ കരുതിയിട്ടുണ്ടായിരുന്നു. വിശേഷം നീ പറയണ്ട, എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി ആട്ടിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഒടിക്കും. അതൊക്കെ ഓരോരുത്തരും മൂപ്പിച്ചിട്ടല്ലേ. കാരണം നേപ്പാളിലും ഇന്തോനേഷ്യയിലും ഈവൻ നോർത്തിലടക്കം ജെൻസി പ്രൊട്ടസ്റ്റ് ഭയങ്കര കോമൺ ആണ്. വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. രാഷ്ട്രം നയിച്ചുള്ള ഓരോ നേതാക്കന്മാരുടെയും ബാല്യകാലം ഇതുപോലെ സംഘർഷ നിബിഡമായിരുന്നു. സർക്കാസ്റ്റിക് രീതിയിൽ ഗവൺമെന്റിനെ കളിയാക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. ഞാനും അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ, പാപ്പ ക്ഷമിക്കും. നോർത്തിലെ ഓഡിയൻസ് അല്ല നമ്മുടെ കേരളത്തിലെ ഓഡിയൻസ് എന്ന് എനിക്കറിയാം. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു 10 വട്ടമെങ്കിലും ചിന്തിക്കണം. ഞാനത് ചിന്തിച്ചില്ല, എന്റെ ഭാഗത്ത് അത് മിസ്റ്റേക്ക് ആണ്, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇത് സംസാരിച്ച നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് സംസാരിക്കും. അവന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിൽക്കും. ആസാദി!